കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണമ്പ്രയിലെ കച്ചവടക്കാരുടെ സംഘടനയായ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണമ്പ്ര യൂണിറ്റിൻ്റെ കണ്ണമ്പ്രയിലുള്ള സ്വന്തം സ്ഥലത്ത് വ്യാപാര ഭവൻ നിർമ്മിക്കുന്നതിനാവശ്യമായ ഒരു വ്യാപാര ഭവൻ ആവശ്യമായ കെട്ടിടം നിർമ്മിക്കുന്നതിൻ്റെ തറക്കല്ലിടൽ ചടങ്ങാണ്. അതിൻ്റെ കുറ്റിയടിക്കലാണ് ഇന്നത്തെ ചടങ്ങ് നമ്മൾ കാണുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടന കണ്ണമ്പ്രയിൽ വേരുറച്ചിട്ട് ഏതാണ്ട് 30 വർഷത്തിന് മേലെയാവുന്നു. നമ്മുടെ ആർമംഗലം വേല കമ്മിറ്റിയുടെയൊക്കെ പ്രധാന പങ്കാളി അല്ലെങ്കിൽ നടത്തിപ്പുകാരനായിരുന്ന KR രവിയേട്ടനാണ് ഈ സംഘടനയെ ആദ്യമായി കണ്ണമ്പ്രയിലേക്ക് കൊണ്ടുവന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാലത്ത് സ്വന്തം സൈക്കിളിൽ ഇങ്ങനെ നടന്ന് കച്ചവടക്കാരെ കണ്ടെത്തി അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് അദ്ദേഹം തുടങ്ങി വെച്ചൊരു സംഘടനയുടെ യാത്രയിൽ 2006 കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു 5 സെൻറ്റ് സ്ഥലം നമ്മളിവിടെ വാങ്ങാൻ തീരുമാനിക്കുന്നത്. കണ്ണമ്പ്ര ആർമംഗലം സ്കൂളിൻ്റെ പരിസരത്തായി 5 സെൻറ്റ് സ്ഥലത്ത് താഴെ നമ്മൾ വാങ്ങുകയും സംഘടനയ്ക്ക് വേണ്ടി വാങ്ങുകയും ആ സമയത്ത് ഒക്കെ രവിയേട്ടൻ നമ്മളിപ്പോൾ സജീവമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടി സഹായത്തോടു കൂടിയാണ് നമ്മൾ ആ സ്ഥലം സംഘടനയ്ക്ക് വേണ്ടി വാങ്ങിച്ചെടുത്തത്. പിന്നീട് അങ്ങോട്ട് വന്ന കമ്മിറ്റികളൊക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് ഓഫീസ് കൊണ്ട് നടന്നിരുന്നുവെങ്കിലും സ്വന്തമായൊരു ഓഫീസ് എന്ന സ്വപ്നം അപ്പോഴും ബാക്കിയായിരുന്നു. ഈ അടുത്ത കാലത്താണ് അങ്ങനെ പോരാ, വ്യാപാര ഭവൻ സംഘടനയ്ക്ക് വേണം എന്നൊരു തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തു പിടിച്ചുകൊണ്ട് ഒരു വ്യാപാര ഭവൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ തുടക്കം കുറിക്കുകയും ചെയ്തു. 2014 വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണമ്പ്ര യൂണിറ്റിൻ്റെ തീരുമാനപ്രകാരം നമ്മുടെ പ്രശസ്തനായിട്ട് ആർക്കിടെക്ട് കൃഷ്ണകുമാർ ഇതിനുവേണ്ടി ഒരു പ്ലാനും അതുപോലെ തന്നെ ഒരു കാര്യങ്ങളെല്ലാം തയ്യാറാക്കിയിരുന്നുവെങ്കിലും സാമ്പത്തികത്തിൻ്റെ ചില പ്രശ്നങ്ങൾ കൊണ്ടും ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടും പണി അന്ന് തുടങ്ങിയെടുത്ത് നിന്നുപോയി. ഇത്തവണ അതിൽ വ്യത്യസ്തമായി പ്ലാനും പദ്ധതികളൊക്കെ റെഡിയാക്കിക്കൊണ്ട് വ്യാപാര ഭവൻ എന്ന വലിയ സ്വപ്നത്തിലേക്ക് കണ്ണമ്പ്രയിലെ കച്ചവടക്കാർ നടന്നെടുക്കുകയാണ്. അതിൻ്റെ കുറ്റിവെക്കുന്ന ചടങ്ങാണ് നടന്നത്. കണ്ണമ്പ്രയുടെ യൂണിറ്റിലെ പ്രധാനപ്പെട്ട മുഴുവൻ ആളുകളും സംഘടനയിൽ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. KMK ടെക്സ്റ്റോറിൻ്റെ ഉടമ ഹൈദരൻ മുൻ പ്രസിഡന്റ് കൂടിയാണ്. അതേപോലെ തന്നെ സംസം സോഡയുടെ ഉടമ ശ്രീ സാദിഖാണ്, അദ്ദേഹം നമ്മുടെ യൂണിറ്റിൻ്റെ മുൻ പ്രസിഡന്റുമാരിൽ ഒരാളാണ്. അതുപോലെ തന്നെ യൂണിറ്റിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സതീഷ്, യൂണിറ്റിൻ്റെ ട്രഷററായിട്ടുള്ള ശ്രീ വിജയൻ, യൂണിറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള വിൽസൺ, അതുപോലെ തന്നെ രാജേട്ടൻ, കൊച്ചപ്പേട്ടൻ, നാരായണ സ്റ്റോർ ഉടമ പ്രകാശേട്ടൻ, നമ്മുടെ ചിക്കൻ സ്റ്റാൾ ഉടമ ശ്യാമളൻ തുടങ്ങി നിരവധിയായ കാവ്യാസ് ഏജൻസീസ് ഉടമ ജയൻ തുടങ്ങി നിരവധി ആളുകളാണ് ഇന്ന് ആ പരിപാടിയിൽ അവിടെ സജീവമായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. നിരവധി ആളുകൾ നമ്മളെ വരാൻ കഴിയാത്തതിൽ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഒട്ടനവധി വ്യാപാരികളുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ പരിപാടി നടത്തിയത്. കണ്ണമ്പ്ര യൂണിറ്റിൽ കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാനാണ് യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായി നിൽക്കുന്നത്. എൻ്റെ പേര് സുരേഷ് പുളിക്കൽ എന്നാണ്. ഞങ്ങളുടെ സംഘടനയുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു അഭിമാനമാണ് ഈ സംഘടന എന്ന് പറയുന്നത്. കണ്ണമ്പ്രയിലെ വ്യാപാരി വ്യവസായികളുടെ സംഘടന എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ സജീവമായി പൊതുരംഗത്തും അതുപോലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മറ്റു കാര്യങ്ങളൊക്കെ നിരവധിയായി ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ കണ്ണമ്പ്രയുടെ അങ്ങാടിയിൽ ഒരു നിറസാന്നിധ്യമായി നിൽക്കുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇപ്പോൾ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് കിടക്കുകയാണ്. വ്യാപാര ഭവൻ എന്ന ഒരു വലിയ സ്വപ്നത്തിൽ നടക്കുകയാണ്. അതിൻ്റെ ആ കുറ്റിയടിക്കുന്ന ചടങ്ങാണ് കാണുന്നത്. അവിടുത്തെ പ്രശസ്തനായ ജ്യോത്സ്യൻ ശ്രീ ചിദംബരൻ അവർകളാണ് അതിന് കുറ്റിയടിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. വളരെ മികച്ച ഒരു തുടക്കമാണ് ഇന്ന് എന്നാണ് എല്ലാവരും പറയുന്നത്. ഒരു നല്ല വെള്ളിയാഴ്ചയായിരുന്നു ഇന്ന്. യൂണിറ്റിലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ പ്രകാശേട്ടൻ എഴുതിയതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കണ്ണമ്പ്ര യൂണിറ്റിനെ സംബന്ധിച്ചോളം ഒരു നല്ല വെള്ളിയാഴ്ചയായിരുന്നു ഇന്ന്. ഉറപ്പായും വരും ദിവസങ്ങളിൽ വ്യാപാര ഭവൻ പണി വളരെ വേഗത്തിൽ തീർക്കാൻ കഴിയുമെന്നും ഒപ്പം ഈ നാടിന് കണ്ണമ്പ്രയ്ക്ക് തന്നെ അഭിമാനമായി മാറുന്ന രീതിയിലൊരു നല്ല വ്യാപാര ഭവൻ ഉണ്ടാക്കാൻ കഴിയുമെന്നും യൂണിറ്റിൻ്റെ ഭാരവാഹികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വ്യാപാര ഭവൻ്റെ നിർമ്മാണ ചടങ്ങിൻ്റെ തുടക്കം ശ്രീ സാദിഖാണ് അദ്ദേഹം വേൽവിളക്ക് കൊളുത്തിക്കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തത്. കുറ്റിയടിക്കുന്ന ചടങ്ങിൻ്റെ ആദ്യത്തെ ദീപം കൊളുത്തുന്നത് ശ്രീ സാദിഖാണ്. അതിനുശേഷം മറ്റ് യൂണിറ്റിലെ ഭാരവാഹികളായിട്ടുള്ള ആളുകളൊക്കെ ദീപം കൊളുത്തിയതിൻ്റെ ചടങ്ങ് വിപുലമാക്കി. ആ ചടങ്ങ് അതിഗംഭീരമായിരുന്നു. ഇതിനു വേണ്ടുന്ന മുഴുവൻ സഹായങ്ങൾ ചെയ്തുകൊണ്ട് പ്രദേശത്തെ മുഴുവൻ ആളുകൾ നമ്മളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇതിൻ്റെ തൊട്ടടുത്ത സമീപവാസിയായിട്ടുള്ള ശ്രീ പോളേട്ടൻ, അദ്ദേഹം റേഷൻ കട ARDയുടെ ഡീലറാണ്, റേഷൻ ഡീലറാണ്. അദ്ദേഹം നമുക്ക് വേണ്ടുന്ന മുഴുവൻ സഹായങ്ങളുമായി ഇന്ന് തുടക്കം മുതൽ ഇന്നലെ പറമ്പ് വൃത്തിയാക്കുന്ന സമയം മുതലൊക്കെ ഇതുവരേക്കും സജീവമായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ണമ്പ്രയിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടക്കാര സംഘടന എന്നതിനേക്കാൾ ഉപരി സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി ഈ ഒരു കണ്ണമ്പ്രയുടെ ഒരു കണ്ണാടിയായി നിലകൊള്ളുന്നു എന്നുള്ളതിനെയാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. വരുംകാലങ്ങളിൽ വ്യാപാര ഭവൻ പൂർത്തിയാകുന്ന സമയത്ത്
ഗംഭീരമായ ഒരു ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള പരിപാടികളുമായി സജീവമായി കണ്ണമ്പ്രയുടെ സാംസ്കാരിക അന്തരീക്ഷത്തിൽ ഏകോപന സമിതി ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു കുറ്റിയടിക്കൽ ചടങ്ങ് നമുക്ക് പറഞ്ഞു തരുന്നത്.